കർണാടകയിലെ ബംഗളൂരുവിൽ ഇംഗ്ലീഷ് ബോർഡുകൾക്കെതിരെ പ്രതിഷേധം. കന്നഡ രക്ഷാവേദിയുടെ നേതൃത്വത്തിലാണ് സമരം. നിരവധി ബോർഡുകൾ അടിച്ചു തകർത്തു. കന്നഡയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ അവിടെ? സ്മിത, ബംഗളൂരുവിലെ ദേവനഹള്ളി കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ ദേവനഹള്ളിയിലെ ടോൾ ബൂത്ത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നിപ്പോൾ സമരം നടത്തിയത്. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന സമരമാണ്. അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് എല്ലാം തന്നെ നൽകിയിരുന്നു. BBMC ആണെങ്കിൽ, കോർപ്പറേഷൻ ആണെങ്കിൽ, ബംഗളൂരു മെട്രോ കോർപ്പറേഷൻ ആണെങ്കിൽ നേരത്തെ തന്നെ, അതായത് എല്ലാ കടകൾക്ക് മുമ്പിലും കന്നഡയിൽ ബോർഡുകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല അതിൻ്റെ ഡെഡ് ലൈൻ 28-ാം തീയതി വരെയാണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കർണാടക രക്ഷാ വേദികക്കാർ ആവശ്യപ്പെടുന്നത് അതിന് മുൻപ് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പൂർണ്ണമായും തന്നെ മാറ്റണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിലുള്ള ബോർഡുകളെല്ലാം തന്നെ അവർ കറുത്ത പെയിൻറ്റുകൾ ഉപയോഗിച്ച് മായ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം. മാത്രമല്ല പല ബോർഡുകളും അടിച്ചു തകർക്കുന്ന, ഇംഗ്ലീഷിലുള്ള ബോർഡുകളെല്ലാം തന്നെ അടിച്ചു തകർക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ എന്തായാലും പോയത്. പോലീസ് ഇടപെട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതിഷേധക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അത് പരമാവധി ഇടങ്ങളിൽ, എല്ലായിടങ്ങളിലും കർണാടകത്തിൽ തന്നെ കന്നഡ ഭാഷയിൽ തന്നെ ബോർഡുകൾ വേണമെന്നുള്ളതാണ് ഈ കന്നഡ രക്ഷാവേദികയുടെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ സമരം നടത്തുകയും ചെയ്തിരുന്നത്. സ്മിത, ശരി, ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ അടിച്ചു തകർത്താണ് കന്നഡ രക്ഷാവേദിയുടെ പ്രതിഷേധം. ഈ ബോർഡുകളെല്ലാം തന്നെ കന്നഡ ഭാഷയിൽ സ്ഥാപിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനേഷ് മൂർത്തി.